ഉള്ളവരോട് മറ്റെന്തിനേയും പ്രകീർത്തിക്കാനായിട്ട് മോശമാണെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയൊരു ഡിപ്രഷൻ ഉണ്ടല്ലോ. കാരണം ഇത് എങ്ങനെയാണ് തെളിയിക്കുന്നത്, നല്ലത് എങ്ങനെയാണ് നമ്മൾ അറിയിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അത് അറിയുന്ന കുറച്ച് പേരല്ലേ കാണത്തുള്ളൂ. ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് അറിയാമായിരിക്കും, മറ്റൊരു നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഈ സിനിമയെ കുറിച്ച് കേൾക്കാത്തവരെ സംബന്ധിച്ചുള്ള ഇതിനൊരു കണ്ടില്ലേ. ഇതിൽ ബ്ലെസ്സി എന്ന് പറയുന്ന മനുഷ്യൻ അയാളെല്ലാം ഓപ്പൺ ആയിട്ടങ്ങ് പറയുകയാണ്. അതായത് ഒരു സിനിമ, ആ സിനിമയിൽ ഒരു കലാകാരന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ആ സിനിമയുടെ അണിയറ പ്രവർത്തകരും അതേപോലെ തന്നെ നടനായിട്ടുള്ള പൃഥ്വിരാജും ഞങ്ങളും എല്ലാം പോയെന്നാണ് പറയുന്നത്. ആ സിനിമ കേവലം ഒരു സെറ്റിട്ട് അതിന്റെ മുൻവശത്ത് ഇരുന്നുകൊണ്ട് കുറച്ച് മണലും വാരി ഇടുന്ന ഒരു സിനിമയായിരിക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയല്ല. ഈ സിനിമ ശരിക്കും ആടുജീവിതം എന്ന് പറയുന്ന സിനിമ 110 ദിവസം മണലാരുണ്യത്തിൽ കിടന്ന് വെയിലും മഴയും പൊടിയും എല്ലാം അടിച്ചുകൊണ്ടെടുത്തൊരു സിനിമയാണ്. അപ്പോൾ ഈ ലാലേട്ടൻ 90 ദിവസങ്ങളോളം വാലിബിന് വേണ്ടിയിട്ട് ഇങ്ങനെ പണിയെടുത്തു എന്ന് പറയുന്നവരൊന്ന് മനസ്സിലാക്കുക.